ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പന്തക്കുസ്തയുടെ ഏറ്റവും അടുത്ത ഒരുക്ക ദിനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിനും അഭിഷേകത്തിനും വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഏറ്റവും അവസാനത്തെ 6 ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ദൈവം പകർന്നു നൽകുവാനായി തീഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ദിനങ്ങളാണ്. ഇന്ന് ഈശോ നമ്മളെ ശക്തിപ്പെടുത്തുന്ന വലിയൊരു വാഗ്ദാന വചനം ലൂക്കാ സുവിശേഷം 24:29, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. പരിശുദ്ധാത്മാവിനെ ഈശോ സ്ലീഹന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്ന വചനമാണിത്. ഈ വാഗ്ദാനം നമ്മളിൽ പൂർത്തീകരിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മളിൽ നിറയപ്പെടുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും തീഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ടുന്ന ദിനങ്ങൾ കൂടെയാണിത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. അത് സ്ലീഹന്മാർ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് സാധിച്ചത്. ഈശോയും തൻ്റെ പരസ്യ ജീവിതകാലത്തിന് മുൻപ് പ്രാർത്ഥിക്കുന്നതായിട്ട്, മരുഭൂമിയിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയും ഉപവാസവും ത്യാഗവുമെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നമ്മൾ ഓരോരുത്തരെയും നയിക്കുമെന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, വീണ്ടും വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രാർത്ഥിച്ച് കാത്തിരുന്നാൽ ഇരട്ടി കൃപ. ഈ പന്തക്കുസ്ത, 2-ാം പന്തക്കുസ്ത, അതായത് പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകത്താൽ നമ്മൾ നിറയപ്പെടുവാനായിട്ട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ്. ഇപ്രകാരം പ്രാർത്ഥിക്കണം. വചനം വായിച്ചും ജപമാല ചൊല്ലിയും കുമ്പസാരിച്ചും വ്യക്തി ജീവിതത്തെ വിശുദ്ധീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഈ ഒരു പന്തക്കുസ്ത വലിയൊരു അഭിഷേകമായി തീരുവാൻ ഈ അവസാന ദിനങ്ങൾ നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഇതാ, കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇരട്ടി കൃപയും ഇരട്ടി അഭിഷേകവും ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിലൂടെ പകർന്നു നൽകും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇന്നത്തെ നമ്മുടെ എല്ലാ ജീവിത ഉദ്യമ മേഖലകളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും